ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് മീനം രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. പൂരോരട്ടാതി നക്ഷത്രം 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടിച്ചേരുന്നതായിട്ടുള്ള മീനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിലെ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കർമാധിപനായിക്കൊണ്ട് ഇടവം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ മീനം രാശിയിലുള്ളവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെ ഗുണാനുഭവങ്ങൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുന്ന പക്ഷം ശ്രദ്ധയോടുകൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപതിയും ജന്മരാശ്യാധിപതിയുമായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ഭാവസ്ഥിതിയും ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ ദൃഷ്ടിയാണെങ്കിൽ 11ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ലാഭകരമായിട്ട് ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധൻ ജൂലൈ മാസം 19-ാം തീയതി വരെ 5ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിലോ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതിനാൽ ജൂലൈ മാസം 19-ാം തീയതി വരെയുള്ളതായ സമയത്ത് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ടെല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ ജൂലൈ മാസം 20-ാം തീയതി മുതൽ ഈ ബുധൻ 6ാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് വിദ്യാർത്ഥികളിൽ പഠന കാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസം 19-ാം തീയതിക്ക് ശേഷമുള്ളതായ സമയത്ത്. കൂടാതെ 2ാം ഭാവാധിപതിയും കുടുംബാധിപതിയുമായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള അനുകൂല സ്ഥിതി ഈ ജൂലൈ മാസത്തിൽ കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധം കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. വിശേഷിച്ച് ഈ ശനീശ്വരനാണെങ്കിലോ ഈ ശനീശ്വരന് 12ാം ഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ്ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്.
പ്രത്യേകിച്ച് മീനം രാശിയിൽ ജനിച്ചവർ ഈ ജൂലൈ മാസത്തിൽ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രത്തിലെ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു.